അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്ലസ് ടുവിലെ ലിസാനുൽ ഖുർആനാണ് വായിക്കാൻ പോകുന്നത്. അതിൻ്റെ മുമ്പായി പ്ലസ് ടുവിലേക്ക് എത്തിപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം 50ഉം 45ഉമൊക്കെ കുട്ടികളുമായി 1-ാം ക്ലാസ് തുടങ്ങിയിട്ട് മിക്ക മദ്രസകളിലും പ്ലസ് ടുവിലേക്ക് എത്തുമ്പോൾ അത് 2ഉം 4ഉം 5ഉമൊക്കെ കുട്ടികളായി മാറും. എന്നാലും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും ഇതെനിക്ക് പൂർത്തീകരിക്കണം, എനിക്ക് ഇൽമ് കരസ്ഥമാക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടുകൂടെ പിടിച്ചു നിന്ന മക്കളാണ് നിങ്ങൾ. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇനിയും കൂടുതലായി ദീനിനെ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നിങ്ങൾക്ക് നൽകുമാറാവട്ടെ. പ്ലസ് ടുവോടുകൂടെ പഠനം നാം അവസാനിപ്പിക്കരുത്. പഠനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് എത്തിപ്പെട്ടു. വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എത്തി എന്നേ പ്ലസ് ടു കൊണ്ട് പറയാൻ പാടുള്ളൂ. ഇനി തുടർന്ന് നാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ഏതായാലും 2021 ലിസാനുൽ ഖുർആനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് ഞാൻ വായിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യ ക്വസ്റ്റ്യൻ, നൂസിലു ബിമാ യുനാസിബു, യോജിച്ചത് നമുക്ക് ചേർക്കാം. ഇവിടെ ബ്രാക്കറ്റിൽ അർബഅത്തുൻ, ഹംസത്തു വസ്ലിൻ, നൗആനി, ഹംസത്തു ഖത്ഇൻ, ഹംസത്തു അഹ്റുഫിൻ, വജബ ഹദ്ഫു താഇ, സലാസു ഹുറൂഫിൻ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് യോജിച്ചത് നാം ചേർക്കണം. 1, ഹംസത്തു മസാദിരിൽ അഫ്ആലിൽ ഹുമാസിയ, 5 അക്ഷരം ഉള്ള ഫീലുകളുടെ മസ്ദറിൽ വരുന്ന ഹംസ. 5 അക്ഷരമുള്ള ഫീലുകളുടെ മസ്ദറിൽ വരുന്ന ഹംസ. അത് എന്തിൻ്റെ ഹംസയാണ് എന്ന ഹംസ നമുക്കറിയാലോ, വസ്ലിൻ്റെ ഹംസയും ഖത്ഇൻ്റെ ഹംസയും. ഇവിടെ അത് വസ്ലിൻ്റെ ഹംസയാണ് എന്നാണ് ആൻസർ. 2, ഹംസത്തുൽ ഫിഇലിൽ മുലാരി, മുലാരിയായ ഫീലിൽ വരുന്ന ഹംസ. അതേത് ഹംസയാണ്? നമുക്കൊക്കെ അറിയാം, ഖത്ഇൻ്റെ ഹംസയാണ്. അടുത്തത് മുന്തഹ ഇസ്മിൻ മുജറദിൻ മിനസ് സവായിദി, സായിദകൾ ഇല്ലാത്ത ഒരു ഇസ്മിൻ്റെ അറ്റം. അതായത് സായിദകൾ ഇല്ലാതെ ഒരു ഇസ്മ് വരുമ്പോൾ എത്രത്തോളം അക്ഷരങ്ങൾ അതിൽ ഉണ്ടാകും? ഹംസത്തു അഹ്റുഫിൻ, ഏറ്റവും കൂടിപ്പോയ 5 അക്ഷരങ്ങളാണ് ഉണ്ടാകുന്നത്. അടുത്തത് വഇൻകാനൽ ഇസ്മുൽ മൻസൂബു ഇലൈഹി മുഅന്നസം ബിത്താഇ, മൻസൂബ് ഇലൈഹിയായ ഇസ്മ്, അതായത് നിസ്ബാൻ്റെ യായിലേക്ക് ചേർക്കപ്പെടുന്ന ഇസ്മ്, അതിൽ താ ഉണ്ടായാൽ, നമ്മൾ കുറേ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. താ ഉണ്ടായാൽ എന്ത് ചെയ്യണം? ഇപ്പം നാസിറത്ത് എന്നുള്ളതിനെയാണ് നിസ്ബ ചെയ്യാൻ വന്നത്. അവിടെ നാസിരി എന്ന് പറയണം. അതായത് വജബ ഹദ്ഫു താഇന, താഇനെ കളയൽ നിർബന്ധമാണ്. അതുപോലെ ഔസാനു ജംഇൽ കില്ലത്തി, കില്ലത്തിൻ്റെ ജംഇൻ്റെ വസ്നുകൾ നമുക്കൊക്കെ അറിയുന്നതല്ലേ, എത്ര? 4. അതുപോലെ തക്സീറിൻ്റെ ജംഇ എത്ര ഇനമാണ്? നൗആനി. ജംഉ തക്സീർ 2 വിഭാഗമാണ്, നൗആനി. ഇനി നജ്അലുൽ അസ്മാ അൽ ആതിയത മൻസൂബൻ ഇലൈഹ, കുറച്ച് ഇസ്മുകൾ നമുക്ക് തരുന്നു, അതിന് മൻസൂബ് ഇലൈഹി ആക്കണം. അതായത് ഈ ഇസ്മിനെ നിസ്ബാൻ്റെ യായിലേക്ക് ചേർക്കപ്പെടണം. അപ്പോൾ ഇത് മൻസൂബ് ഇലൈഹി ആകും. ഇപ്പോൾ ഫഹിദുൻ എന്നാണ് 1ാമത്തെ ഇസ്മ, അതിനെന്ത് ചെയ്യണം? ഫഹദിയ് എന്ന് പറയണം. മഷിരിക്കുൻ, മഷിരിക്കിയ്. അസൻ, അസവിയ്. മർമ്മ, മർമ്മവിയെന്നും മർമിയെന്നും 2ഉം പറയാം. മർമ്മവിയ് എന്ന് പറയാം. ഇനി നുസഗീറുൽ അസ്മാ അല്ലാത്തിയ, വരാൻ പോകുന്ന ഇസ്മുകളെ തസ്ഗീറാക്കുക. നമ്മൾ ചെറുതാക്കി പറയാൻ പറഞ്ഞില്ലേ, ദിർഹം, ദുറൈഹിം എന്നിങ്ങനെ ചെറുതാക്കി പറയുന്നതിനാണ് തസ്ഗീർ എന്നറിയുക. ഇപ്പം ജബ്റുൻ എന്നുള്ളതിനെ തസ്ഗീറാക്കുക, ജുബൈർ. സക്രാനിനെ തസ്ഗീറാക്കുക, സുക്കൈറാന്. അർലിനെ തസ്ഗീറാക്കുക, ഉറൈലത്ത്. ദിർഹമിനെ തസ്ഗീറാക്കുക, ദുറൈഹിം. അസ്ഹാബിനെ തസ്ഗീറാക്കുക, ഉസൈഹാബ്. ഷജറത്തിനെ തസ്ഗീറാക്കുക, ഷുജൈറത്ത്.
ഇങ്ങനെയാണ് അതിൻ്റെ തസ്ഗീറുകൾ. ഇനി വ്യക്തമാക്കാൻ തർഹീം എന്ന് പറഞ്ഞാൽ എന്താ? തർഹീം നമ്മൾ പഠിച്ചിട്ടില്ലേ, ഹദ്ഫു ആഖിരിൽ ഇസ്മി തഖ്ഫീഫൻ, തഖ്ഫീഫിന് വേണ്ടി ഇസ്മിൻ്റെ അവസാനത്തിനെ കളയുന്നതിനാണ് തർഹീം എന്ന് പറയുക. ചില പേരുകളൊക്കെ വിളിക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും, അപ്പോൾ ഇന്ന് കുറച്ച് കളയുക, ഇസ്മിൻ്റെ അവസാനത്തിനെ കളയുക. ഹദ്ഫു ആഖിരിൽ ഇസ്മി തഖ്ഫീഫൻ, തഖ്ഫീഫിന് വേണ്ടി ഇസ്മിൻ്റെ അവസാനത്തിനെ കളയുന്നതിനാണ് തർഹീം എന്ന് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, മാ ലാ യദ്ഖുലു ഫി ഗൈരിൽ മുൻസരിഫി, ഗൈറു മുൻസരിഫിൽ പ്രവേശിക്കാത്ത ഒന്ന് ഏതാ? എന്തൊക്കെയാണ് ഗൈറു മുൻസരിഫിൽ പ്രവേശിക്കാതിരിക്കുക? അത് ജറും തെൻവീനും. കാരണം ഗൈറു മുൻസരിഫിന് ഫതഹത്തുകൊണ്ടല്ല ജറ്, അപ്പോൾ ഒറിജിനൽ ജറ് അതിൽ പ്രവേശിക്കൂല. അതുപോലെ തന്നെ തെൻവീനും പ്രവേശിക്കുന്നതല്ല. അടുത്തത്, മാ യജിരി അലൽ ഖിയാസി ദായിമം മിൻ അൽഫാദിൽ അദദി, അദദിൻ്റെ ലഫ്ലുകളിൽ നിന്ന് സ്ഥിരമായി ഖിയാസിൻ്റെ മേലിൽ നടക്കുന്നത്. ഖിയാസിൻ്റെ മേലിൽ നടക്കുക എന്ന് പറഞ്ഞാൽ മുദക്കറാണെങ്കിൽ താവ് കൊടുക്കാതിരിക്കുക, മുഅന്നസ് ആണെങ്കിൽ താവ് കൊടുക്കുക, അതൊക്കെ ഖിയാസ്. ഈ ഖിയാസിൻ്റെ മേലിൽ മാത്രം നടക്കുന്ന ചിലത് അദദിൻ്റെ ലഫ്ലുകളിലുണ്ട്. അത് ഏതൊക്കെയാണ്? അത് വാഹിദ്, ഇസ്നാനി, ഫാഇൽ വസ്ന്. ഫാഇൽ വസ്ന് എന്ന് പറഞ്ഞാൽ ഇല ആഷിർന, പിന്നെ സാലിസ് എന്നറിയില്ലേ, റാബി, ഹാമിസ്, അത് ആഷിർ വരെ. ഇതെല്ലാം ഖിയാസിൻ്റെ മേലിൽ നടക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഅന സാലിസു സിനൈനി, സാലിസു സിനൈനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സാലിസു സിനൈനി, രണ്ടിനെ മൂന്നാക്കിയവൻ. രണ്ടാളുണ്ട്, അതിക്ക് ബനോട് ചെന്നിട്ട് എന്തായി? മൂന്നാക്കി. അതായത് ജാഇലുൽ ഇസ്നൈനി ബി നഫ്സിഹി സലാസത്തൻ, ഇസ്നൈനിയെ തൻ്റെ നഫ്സ് കൊണ്ട് സലാസത്താക്കിയവൻ. അതാണ് സാലിസു സിനൈനിൻ്റെ അർത്ഥം. ഇനി അടുത്തത് ജംഉസ് സലാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സലാമത്തിൻ്റെ ജംഅ്. നമ്മൾ ജമ്മ് പഠിക്കുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, തക്സീറിൻ്റെ ജമ്മ്, സലാമത്തിൻ്റെ ജമ്മ്, ഇങ്ങനെ കുറേ ജമ്മുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ സലാമത്തിൻ്റെ ജംഅ് എന്ന് പറഞ്ഞാൽ എന്താ? മാ സലിമ ഫീഹി ലഫ്ലുൽ വാഹിദീന, വഹദാൻ്റെ ലഫ്ല് രക്ഷപ്പെട്ടത്. വഹദാൻ്റെ ലഫ്ല് രക്ഷപ്പെടുക എന്നാണ്. ഇപ്പം മുസ്ലിം, മുസ്ലിമുൻ, ഇവിടെ മുസ്ലിമൂന എന്ന് പറയൽ ജംഉസ് സലാമത്ത. കാരണം ഈ മുസ്ലിമ ഇതിനൊരു കുഴപ്പവും പറ്റാതെയാണ് അതിനെ ജമ്മാക്കിക്കൊണ്ട് വാവുന്നൂനയിൽ കൊടുത്തു. അപ്പോൾ അത് സമയത്ത് ഹജറിൻ്റെ ജമ്മ് അഹജാർ എന്നാണ്. അപ്പോൾ കണ്ടോ, ആദ്യം ഒരു അലിഫ് വന്നു, ജീമിനെ പിടിച്ച് കുറേ മേലേക്ക് നീട്ടി. ഇങ്ങനെ വരുമ്പോൾ പിന്നെ വഹദാൻ്റെ ലഫ്ലിന് കുറേ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട്. ഈ വഹദാൻ്റെ ലഫ്ലിന് ഒരു കേടുപാടുകളും പറ്റാതെ ശരിക്ക് രക്ഷപ്പെട്ട ഒന്ന് മാ സലിമ ഫീഹി ലഫ്ലുൽ വാഹിദി, വഹദാൻ്റെ ലഫ്ലിന് സലാമത്ത് സംഭവിച്ചത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നുജീബു, ഉത്തരം പറയാം. അൽ ഹർഫുല്ലത്തി തദ്ഖുലു ഫീഹ ഹംസത്തുൽ വസിൽ, വസിലിൻ്റെ ഹംസ പ്രവേശിക്കുന്ന ഹർഫ് ഏതാണ്? മാഹിയ, ഏതാണ്? എല്ലാവർക്കും അറിയില്ല, ലാമു താരീഫ്. മാരിഫാൻ്റെ ലാമില്ലേ, അതിലെ അലിഫ് പിന്നെ വസിലിൻ്റെ ഹംസയാണ്. അതുപോലെ അസ്ലു ദമിൻ വയദിൻ, ദമ് എന്നതിൻ്റെ അസിൽ എന്താണ്? യദ് എന്നതിൻ്റെ അസിൽ മാഹുവ, എന്താണ്? ദമിൻ്റെ അസിൽ ദംയ് എന്നാണ്, യദിൻ്റെ അസിൽ യദിയ് എന്നാണ്. എന്നിട്ട് അത് ദമായതെങ്ങനെ, യദായതെങ്ങനെയെന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ടല്ലോ. ഇനി വാഹിദു റൂമിൻ മാഹുവ, റൂം എന്നതിൻ്റെ വഹദാൻ എന്താണ്? റൂമിയ്, ഒരു റോമക്കാരൻ, അതിൻ്റെ വഹദാനാണത് ഒരു റോമക്കാരൻ. അതുപോലെ തന്നെ യുലാഫു മിഅത്തുൻ ഇലാമ, മിഅത്ത് എന്നതിനെ എന്തിലേക്കാണ് ഇലാഫത്ത് ചെയ്യപ്പെടുന്നത്? ഓരോന്നിനും ഇലാഫത്ത് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. മിഅത്തിന് പ്രത്യേക നിയമമാണ്. ഇലൽ മഅദൂദിൽ മുഫ്രദീന, മുഫ്രദായ മഅദൂദിലേക്കാണ് മിഅത്തിനെ ഇലാഫത്ത് ചെയ്യുക. ഇനി ലി വസിനി ഫാഇലിൻ ഹാലാത്തുൻ, ഫാഇൽ എന്ന വസിനിന് കുറേ അവസ്ഥകളുണ്ട്. കം ഹിയ, ആ അവസ്ഥകൾ ഏതൊക്കെയാണ്? നമ്മളെ മസായിലുൻ ഷത്ത എന്ന 6-ാം പാഠത്തിൽ പറയുന്നുണ്ട്. ഫാഇൽ വസ്ന്, വസ്നു ഫാഇലിൻ ലഹു അർബഉ ഹാലാത്തിൻ എന്ന് പറയുന്നുണ്ട്. ചോദ്യം ഇതുള്ളൂ, ഫാഇൽ വസ്നിന് എത്ര അവസ്ഥകളുണ്ട്? ആൻസർ 4 അവസ്ഥകൾ ഉണ്ട്. അതായത് ഒന്ന് ഇഫ്രാദ്,
രണ്ടാമത്തത് അൻ യുലാഫ ഇലാമാ ഹുവ മുസ്തഖും മിൻഹു, ഏതിൽ നിന്നാണോ ഇഷ്തിഖാക്ക് ചെയ്യപ്പെട്ടത് അതിലേക്ക് ഇലാഫത്ത് ചെയ്യുക. മൂന്നാമത്തത് അൻ യുലാഫ ഇലാമാ ദൂനഹു, അതിൻ്റെ താഴെയുള്ള ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്യുക. അപ്പോൾ സാലിസിന് അതിൻ്റെ താഴെയുള്ള ഇസ്നൈനിക്ക് ഇലാഫത്ത് ചെയ്യുക. സാലിസ് ഫാഇൽ വസനാണല്ലോ, സാലിസു സിനൈനി. അതുപോലെ തന്നെ അൻ യൻസിബ മാ ദൂനഹു, താഴെയുള്ള ഒന്നിലേക്ക് ചേർത്ത് പറയുക. ഇങ്ങനെ 4 അവസ്ഥകളാണ് ഫാഇൽ വസനുള്ളത്. ആ 4 അവസ്ഥകൾ വിശദീകരിക്കാനല്ല ചോദ്യം, എത്ര അവസ്ഥകളുണ്ട്, അതിന് 4 എന്നെഴുതുക. അതുപോലെ സഹറാ ഉ ഗൈറു മുൻസരിഫിൻ, സഹറാ എന്ന് പറഞ്ഞത് ഗൈറു മുൻസരിഫ. എന്താ ഇല്ലത്ത്? നമ്മൾ 9 ഇല്ലത്തിൽ നിന്ന് 2 ഇല്ലത്തോ അല്ലെങ്കിൽ 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന 1 ഇല്ലത്തോ ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊടുത്ത ആ 1 ഇല്ലത്ത മംദൂദാൻ്റെ അലിഫ് എന്ന മംദൂദ കൊണ്ട് ഇനീസാണ് സഹറാ. അതുകൊണ്ട് സഹറാ ഗൈറു മുൻസരിഫായത് മംദൂദാൻ്റെ അലിഫ് ഉണ്ടായത് കൊണ്ടാണ്. അടുത്ത ചോദ്യം, കൈഫ തസ്ഗീറു ഇസ്മിൻ സുലാസിയിൻ, സുലാസിയായ ഒരു ഇസ്മിനെ എങ്ങനെയാണ് തസ്ഗീറാക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞില്ല ചെറുതാക്കുക. എങ്ങനെ? ബിസിയാദത്തി യാ ഇൻ സാക്കിനത്തിൻ ബഅദൽ ഹർഫി സാനിയത്തീന, 2ാം ഹർഫിൻ്റെ ശേഷം ഒരു സുക്കൂനുള്ള യാഇനെ കൂടുതലാക്കുക. അപ്പോൾ നമ്മൾ ദിർഹം നേരത്തെ പറഞ്ഞല്ലോ, ദിർഹം. ഇവിടെ 2ാമത്തെ അക്ഷരം ഏതാ? 2ാമത്തെ അക്ഷരം ദിർ എന്ന് പറഞ്ഞാൽ റാണ്. ആ റാഇൻ്റെ ശേഷം ഒരു സുക്കൂനുള്ള യാഇനെ കൊടുക്കുക. അപ്പോൾ ദിർഹം എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ദുറൈഹിം എന്ന് പറഞ്ഞല്ലോ തസീറാക്കിയിട്ട്. അപ്പോൾ കണ്ടോ, റാഇൻ്റെ ശേഷം ഒരു സുക്കൂനുള്ള യാ വന്നിക്കണു. അതേ പ്രത്യേകം പറയേണ്ടുള്ളൂ. 2ാമത്തെ അക്ഷരത്തിൻ്റെ ശേഷം ഒരു സുക്കൂനുള്ള യാഇനെ കൂടുതലാക്കുക. ഇനി ഷുറൂത്ത് തെർഹീമി കംഹിയ, തെർഹീമിൻ്റെ ഷർത്തുകൾ 3 എത്രയുണ്ട്? എത്ര ഉള്ളത് എന്ന ചോദ്യം. സലാസത്തുൻ 3. ഇനി അൽ മുഖ്താറു ഫി തനാസുഇ ഇഅ്മാലുൽ അവ്വലി ഇൻദമൻ, തനാസുഇൻ്റെ ബാബിലെ ഇപ്പോൾ ആദ്യം ഒരു ഇസ്മ്, പിന്നെ അതിൻ്റെ ശേഷം ഒരു ഫീല്, എന്നിട്ട് ആ ഫീല് ഇസ്മിൽ അമൽ ചെയ്യാതെ ഇസ്മിലേക്ക് മടങ്ങുന്ന ലമീറിൽ അമൽ ചെയ്യുക എന്നിട്ട് നമ്മൾ തനാസു പറഞ്ഞിരിക്കണേ. അല്ല, അത് ഇഷ്തിഗാലാണ്. തനാസു എന്ന് പറഞ്ഞാൽ 2 ആമലുകൾ ഒന്നിൽ അമൽ ചെയ്യലിനെ തേടുക. ഇങ്ങനെ അമൽ ചെയ്യലിനെ തേടുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇന്നാമിലാനിക്ക് തലയാ ഫിസ്മിൻ അമൽ ഖബ്ലു ഫലിൽ വാഹിദി മിൻഹുമൽ അമൽ, 2 ആമലുകൾ ഒന്നിൽ അമൽ ചെയ്യണം എന്ന് തേടുമ്പോൾ ഏതിനെയാണ് അമൽ ചെയ്യിപ്പിക്കുക? അത് കൂഫാക്കാരുടെ അടുക്കൽ 1ാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം. കാരണം ആദ്യം പറഞ്ഞത് അതല്ലേന്ന്. 2ാമത്തെ ആളുകൾക്കും അഭിപ്രായമുണ്ട്. കാരണം അടുത്ത് നിൽക്കുന്നത് അതല്ലേ, അപ്പോൾ 2ാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കണം എന്ന അഭിപ്രായമുള്ളവരുണ്ട്. നമ്മൾ 1ാമത്തതിനെ അമൽ ചെയ്യിപ്പിക്കൽ ആരുടെ അടുക്കലാണ് മുഖ്താർ എന്ന ചോദ്യം. 2 ആമലുകൾ ഒരു ഇസ്മിൽ അമൽ ചെയ്യലിനെ തേടിയാൽ 1ാമത്തതിനെ കൊണ്ട് അമൽ ചെയ്യിപ്പിക്കൽ ആരുടെ അടുക്കലാണ്? അത് ഇൻദൽ കൂഫിയീന. ഇനി റഫുൽ ഇസ്മിൽ മുതഖദ്ദിമി ഫിൽ ഇഷ്തിഗാലി അലാമ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്തിഗാലു ബാബ്. മുതഖദ്ദിമായ ഇസ്മിന് 2 അമലുകൾ ചെയ്യാം. നസ്ബും ചെയ്യാം, റഫ്ഉം ചെയ്യാം. നസ്ബ് ചെയ്യുന്നത് ഒരു മഹദൂഫായ ഫീലിൻ്റെ മഫ്ഊല എന്നുള്ള തർക്കീബ് പ്രകാരം. റഫ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ചോദ്യം. റഫ് ചെയ്യൽ അതൊരു മുബ്തദയാണ് എന്ന് വെക്കും, ഒരു മുബ്തദയാണ് എന്ന് വെക്കും. എന്നിട്ട് ശേഷം വരുന്ന ജുംലയിൻ്റെ ഖബറാണ് എന്ന് വെക്കും. അപ്പോൾ എന്ത് തർക്കീബ് പ്രകാരമാണ് മുൻകടന്ന ഇസ്മിന് റഫ് ചെയ്യുന്നത് എന്ന ചോദ്യം. അത് അല അന്നഹു മുബ്തദഉൻ, അതൊരു മുബ്തദയാണ് എന്ന തർക്കീബ് പ്രകാരം. ഇനി നുബയ്യനു വ്യക്തമാക്കാം. അഖ്സാമുൽ മഹദൂഫി ലിത്തർഹീമി, തർഹീമിന് വേണ്ടി കളയപ്പെടുന്നതിൻ്റെ ഇനങ്ങൾ. തർഹീമിന് വേണ്ടിയിട്ട് കളയപ്പെടുക നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ചുരുക്കം കിട്ടാൻ വേണ്ടി തഖ്ഫീഫിന് വേണ്ടിയിട്ട് ഇസ്മിൻ്റെ അവസാനത്തിനെ കളയാന്ന്. ഈ കളയുന്നതിൻ്റെ ഓഹരികൾ അത് പല സൈസ് കളയലുണ്ട്. അത് 3 ഓഹരിയുള്ളത്. ഒന്ന് അയ്യക്കൂന ഹർഫൻ വാഹിദൻ, കളയപ്പെടുന്നത് ഒറ്റക്ഷരമാകുക. അല്ലെങ്കിൽ അയ്യക്കൂന ഹർഫൈനി, കളയപ്പെടുന്നത് 2 അക്ഷരമാകുക. അല്ലെങ്കിൽ അയ്യക്കൂന കെലിമത്തൻ, എന്താകുക, കളയപ്പെടുന്നത് ഒരു വാക്കാകുക, ഒരു കെലിമത്ത് ആവുക. ഇനി അൽ ഇലലു തിസ്ഉ ലി ഗൈറിൽ മുൻസരിഫി, ഗൈറു മുൻസരിഫിൻ്റെ 9 ഇല്ലത്തുകൾ നമ്മൾ ആ ഫഅദിൽ സിഫന്നിസ് അരിഫ് ജം ഇജ്മഇ എന്നുള്ള ബൈത്തിൽ പഠിച്ചിട്ടുണ്ട്.
9 കാര്യങ്ങൾ, 9 കാരണം കൊണ്ട് ഗൈറു മുൻസരിഫാകും. ഏതൊക്കെ? 1 ജംഅ്, 2 തഅനീസ്, 3 വസ്ന് ഫീല്, 4 തർക്കീബ്, 5 ഉജ്മ, 6 തഅരീഫ്, 7 അദ്ല്, 8 വസ്ഫ്, 9 സിയാദത്തുൽ അലിഫി വന്നൂൻ. ഇങ്ങനെ 9 ഇലലുകളാണ്, കാരണങ്ങളാണ് ഉള്ളത്. ഇനി നക്തുബു സഹീഹൻ, ഈ എഴുതിയത് തെറ്റാണ്, ഇത് ശരിയാക്കി എഴുതണം. ഇവിടെ യുഹദ്ദു സക്റാനുൻ ബഅദൽ ഇഫാഖത്തി എന്നാണ് കൊടുത്തിട്ടുള്ളത്. മസ്താന് ബോധോദയം വന്നാൽ ഹദ്ദടിക്കപ്പെടും. യുഹദ്ദു സക്റാനുൻ ഉണ്ടോ, തെൻവീനോട് കൂടെ കൊടുത്തിട്ടുള്ളത്, അതന്നെ തെറ്റുള്ളത്. സക്റാൻ ഗൈറു മുൻസരിഫാണ്, അതിൽ തെൻവീന് കടക്കാൻ പാടില്ല. തെൻവീനും ജെറും കടക്കാത്തതിനല്ലേ ഗൈറു മുൻസരിഫ് എന്ന് തന്നെ പറയുക. മനസ്സിലാവുണ്ടോ? അപ്പോൾ യുഹദ്ദു സക്റാനു ബഅദൽ ഇഫാഖത്തി, തെറ്റുണ്ടായിരുന്നത് എന്താ? സക്റാനുൻ എന്ന് തെൻവീൻ കൊടുത്തു, അതാ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പോൾ യുഹദ്ദു സക്റാനു ബഅദൽ ഇഫാഖത്തി. അടുത്തത് ആദമു അലൈഹിസ്സലാം അബാന. ആദമു അലൈഹിസ്സലാം അബാന എന്ന് പറഞ്ഞത്, അബാന എന്നാണ് പറയേണ്ടത്. ആദമുവിൻ്റെ ഖബറല്ല വേണ്ടത്. അബൂന എന്ന് പറയണം. നമ്മൾ പിന്നെ അസ്മാവുസിത്തെ പഠിച്ചിട്ടില്ലേ, അതാണതേ. അബൂന വാവുണ്ടല്ലോ റഫ്, ഇതോടെ അലിഫ് കൊടുത്തു, അതാ തെറ്റുള്ളത്. പിന്നെ ഇന്ദി സലാസത്തു ബനാത്തിൻ വ അഷ്റു ഔലാദിൻ, എൻ്റെ അടുക്കൽ 3 പെൺകുട്ടികളും 10 ആൺകുട്ടികളുമുണ്ട്. ഇവിടെ എന്താ തെറ്റ്? ഇവിടെ അഷർ എന്ന് പറഞ്ഞതിനെ ഔലാദിൽക്കാണ് ഇലാഫത്ത് ചെയ്തിരിക്കുന്നത്. മഅദൂദ് മുദക്കറാണെങ്കിൽ അഷറിൽ താവ് കൊടുക്കണം എന്നാ. ഇവിടെ പ്രശ്നം അഷറിൽ താവ് കൊടുത്തിട്ടില്ല. അപ്പോൾ പറയേണ്ടത് എങ്ങനെ? ഇന്ദി സലാസു ബനാത്തിൻ വ അഷ്റത്തു ഔലാദിൻ, അങ്ങനെ പറയേണ്ടത്. ഇനി ബെയ്ത്ത് പഠിച്ചവർക്ക് തന്നെ നടക്കുള്ളൂ. ബെയ്ത്ത് സഗീർ, തസ്ഗീറിൻ്റെ ബാബിലില്ലേ, സഗീർ സുലാസിയം ഫുഐലൻ വമത സാദ ഫുഐലൻ ഫുഐലൻ അതാ. അടുത്തത് ഇഷ്തിഗാൽ ബാബ്. ഇഷ്തിഗാലല്ല, തനാസുർ ബാബിലുള്ളത്. ഇന്നാമിലാനിക് തലയാ ഫിസ്മിൻ അമൽ ഖബ്ലു ഫലിൽ വാഹിദി മിൻഹുമൽ അമൽ. അടുത്തത് ഗൈറു മുൻസരിഫിൻ്റെ ഇലലുകൾ. ഫഅദിൽ സിഫന്നിസ് അർഫി ജം ഇജ്മഇ റക്കിബ് വസിദ് വൽ ഫിഅല സിൻഹു തംനഇ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് വായിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതലായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പരീക്ഷയിൽ കൊണ്ടുവരാനും ഒക്കെ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും പഠിക്കുക. അല്ലാഹു തൗഫീക്ക് ചെയ്യുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.